നീറ്റ് എക്സാം എഴുതി റിസൾട്ടും വന്നു. അപ്പോൾ അതിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നൊരു ഡിസിഷനാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. അതായത് ഇനി എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നില്ല, എനിക്ക് പക്ഷേ മെഡിക്കൽ ഫീൽഡ് തന്നെ വേണം, അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്ക്, അതും +1 +2 നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മറ്റ് ഓപ്ഷൻസ്, വേറെ ഏതെങ്കിലും കോഴ്സുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മിസ്സിന് എനിക്ക് പേഴ്സണലി ആയിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട്. ഈ ഒരു MBBS നീറ്റും അല്ലാതെ എന്തൊക്കെ വേറെ ഏതൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്, പക്ഷേ എനിക്ക് ഈ എഞ്ചിനീയറിംഗിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കോഴ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ മിസ് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ കാണിക്കുന്ന ഒന്നും തന്നെ ഞാൻ പേഴ്സണലി നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, ഇങ്ങനത്തെ കോഴ്സുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ ജസ്റ്റ് അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത് ചിലപ്പം ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ നീറ്റ് എക്സാം എഴുതി പക്ഷേ ക്വാളിഫൈഡ് ആയില്ല, അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാം എഴുതി വളരെ ലോ സ്കോറാണ് വന്നിട്ടുള്ളത്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു കാറ്റഗറി നീറ്റ് എക്സാം എഴുതിയിട്ടില്ല പക്ഷേ മെഡിക്കൽ ഫീൽഡിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും നമ്മൾ MBBS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ മാറ്റി നിർത്തുകയാണ്. ആൻഡ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്, അതായത് BSc നഴ്സിംഗ്. BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗിന് സെപ്പറേറ്റ് നീറ്റിൻ്റെ സ്കോറോ എൻട്രൻസ് എക്സാമോ ഒന്നും നടത്തുന്നില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും നീറ്റിൻ്റെ സ്കോർ ആവശ്യമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ മിലിറ്ററി നഴ്സിംഗിലൊക്കെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് നീറ്റിൻ്റെ സ്കോർ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേറ്റിനനുസരിച്ച് അത് സെപ്പറേറ്റ് ആയിട്ടാണ് വരിക, നീറ്റിൻ്റെ സ്കോർ കൺസിഡർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. കേരളത്തിൽ പറയുകയാണെങ്കിൽ LBS ത്രൂ ആണ് BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണ്, അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ നിൽക്കാൻ ആഗ്രഹമുള്ള മക്കൾക്ക് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് 4 വർഷത്തെ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാനും പറ്റുന്നതായിരിക്കും. ആൻഡ് കേരളത്തിൽ കമ്പാരിറ്റീവ്ലി സാലറി കുറവാണ്, 20,000 ഒക്കെയാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത്. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് സാലറിയിൽ വ്യത്യാസം വരും. പക്ഷേ പുറത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് BSc നഴ്സിംഗ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് അടുത്തത് പറയാനുള്ളതാണ് ഫിസിയോതെറാപ്പിയുടെ കോഴ്സുകൾ, ഒക്യുപ്പേഷണൽ തെറാപ്പിയുടെ കോഴ്സുകൾ, ഓഡിയോളജി ആൻഡ് നമ്മുടെ സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി കോഴ്സുകളൊക്കെ, അതുപോലെ നിങ്ങൾക്ക് നീറ്റ് സ്കോർ കൺസിഡർ ചെയ്യാത്ത കോഴ്സുകളാണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി മറ്റുള്ളതാണ് കാർഡിയാക് ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, റേഡിയോളജി, അതുപോലെ ലബോറട്ടറി ടെക്നോളജി. ഈ ലബോറട്ടറി ടെക്നോളജീനെയാണ് നമ്മൾ MLT കോഴ്സുകൾ വരുന്നത്, അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയുടെയാണ് MLT എന്ന് പറയുന്നത്. ഈ MLTനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചോദിച്ചിട്ട് ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കോഴ്സുകളുണ്ട്. ആൻഡ് അതല്ലാതെ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് BPharm, അതുപോലെ തന്നെ PharmD ഉള്ളത്. ഇത് ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ്, അതായത് മെഡിസിൻസ് ഉണ്ടാക്കുക അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ BPharm അതുപോലെ PharmDയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് കോഴ്സസ് വരുന്നത്. അതിൽ നമുക്ക് BSc അഗ്രികൾച്ചർ ഉണ്ട്, ഫിഷറീസ് ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, BSc സെറികൾച്ചർ ഉണ്ട്, ഹോർട്ടിക്കൾച്ചർ ഉണ്ട്. ഇതിലും നിങ്ങൾക്ക് നീറ്റ് സ്കോർ ആവശ്യമില്ല, പക്ഷേ ICAR സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്ഥാപനത്തിലാണോ നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു ഗവൺമെൻറ് സെക്ടറിലൊക്കെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ICAR സർട്ടിഫൈഡ് ആണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് നിങ്ങൾക്ക് CUET വഴി BSc അഗ്രികൾച്ചർ പഠിക്കാം. അതേപോലെ തന്നെ ICARൻ്റെ തന്നെ എക്സാം ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് ഈ ഒരു അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് കോഴ്സസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാവുന്നതാണ്. ഇനി അടുത്തതാണ് ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് BSc മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, വൈറോളജി, എംബ്രിയോളജി, ഇതിൻ്റെയൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് പോവാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കോഴ്സസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ജസ്റ്റ് ബാച്ചിലേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ഇത് മെയിനായിട്ട് ഇപ്പം ടീച്ചിങ് ഫീൽഡിലേക്ക് പോകണം, അതും അല്ലെങ്കിൽ റിസർച്ച് ഫീൽഡിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്കായിരിക്കും ഇതൊരു നല്ല ഓപ്ഷൻ. നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് അപ്പം തന്നെ ജോലി കിട്ടാനും ഒരു നല്ല സാലറി ഉള്ള ജോലി കിട്ടാനും ഈ കോഴ്സുകൾക്ക് സാധ്യത കുറവാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബാച്ചിലേഴ്സ് കഴിയണം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം. പിന്നെ നിങ്ങൾക്കൊരു PhD കൂടെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് റിസർച്ച് ഒക്കെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവുക. അറ്റ്ലീസ്റ്റ് PG ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഇതിൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിൽ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യാം. അതല്ലാതെ നമുക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് അപ്പം തന്നെ ജോലി കിട്ടും എന്ന് നമ്മൾ ഈ കോഴ്സുകളിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. ദെൻ അടുത്തത് വരുന്നതാണ്
ഇത് ഇൻ്റർ ഡിസിപ്ലിനറിയിൽ വരുന്നതല്ല. മറ്റുള്ള കോഴ്സുകളിൽ വരുമ്പോൾ നമുക്ക് BSc കോഴ്സുകൾ, അതായത് ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ, ബയോളജിയിൽ, മാത്സിലൊക്കെ നിങ്ങൾക്ക് BSc എടുക്കാം. ഓക്കെ, BSc എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ PG ഒക്കെ ചെയ്ത് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾക്കാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇത്രയാണ് നമ്മൾക്ക് മെയിനായിട്ടുള്ള കോഴ്സുകൾ പറയുന്നത്. ഇതിൽ തന്നെ ഒത്തിരി വേറെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ഈ കോഴ്സുകളിലൊക്കെ ഇനിയും ഒത്തിരി ഉണ്ട്. ഇതിങ്ങനെ പോകും. കോഴ്സുകളും ടെക്നോളജീസൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കോഴ്സ് എടുക്കുമ്പം, നിങ്ങളൊരു സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് ഗവൺമെൻറ് സർട്ടിഫൈഡ് ആയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള സ്ഥാപനത്തിലാണോ നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അതെന്തായാലും നോക്കുക. പിന്നെ ആ കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള എത്രത്തോളം സാധ്യതയുണ്ട്, അതിൻ്റെ സ്കോപ്പ് നിങ്ങൾ നോക്കുക. അല്ലാതെ അയ്യോ ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നാട്ടുകാരൻ എന്ത് പറയും എന്ന് കരുതിയിട്ട് ഒരു കാരണവശാലും ഒരു കോഴ്സും എടുക്കരുത്. അതേപോലെ തന്നെ ഇത്തരം കോഴ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, വീട്ടുകാരുടെ പ്രഷറിലോ നാട്ടുകാരുടെ പ്രഷറിലോ ഈ കോഴ്സുകളൊന്നും നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളതാണ് നിങ്ങൾ ഈ കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എന്തിലേക്കും അതിൻ്റെ ഹയർ ലെവലിൽ നിങ്ങൾ എത്തിക്കുക. അതായത് ഇപ്പോൾ നാട്ടുകാരുടെയോ വീട്ടുകാരുടെയോ പ്രഷറിൽ നിങ്ങൾ അതിൻ്റെ ബാച്ചിലേഴ്സ് ചെയ്യുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനിലേക്കോ അതിൻ്റെ ഹയർ ലെവലിലേക്കോ പോവില്ല. ഇത്തരം കോഴ്സുകളിലൊക്കെ ഹയർ ലെവലിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷനോ സാലറി അപ്ഡേഷനോ കാര്യങ്ങളൊന്നും നമുക്ക് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എൻ്റെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കോഴ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം താല്പര്യമുള്ള ആൾക്കാരാണെന്ന് നോക്കിയിട്ട് തന്നെ എടുക്കുക. അതുപോലെ തന്നെ ഈ കോഴ്സുകൾ, അതുപോലെ തന്നെ ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ BSc നഴ്സിംഗ് കുറച്ചുകൂടെ സാധ്യത കൂടുതലുള്ളതാണ്. ഓക്കെ, ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ആൻഡ് ഇതൊക്കെ നോക്കിയിട്ട് വേണം എൻ്റെ മക്കളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്മിഷൻ പ്രൊസീജിയറിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. യെസ്, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം.